ഹജ്ജ് മുസ്ലിമീങ്ങളുടെ പ്രധാന ആരാധനയാണ്. കഴിവത്തവർ ശാരീരികവും സാമ്പത്തികവുമായ മറ്റിതര ഇബാദത്തിന് വ്യത്യസ്തമായി ഹജ്ജിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, അതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജിനെ ഉംറയെ നിങ്ങൾ പൂർത്തിയായി ചെയ്യണം. അതിൻ്റെ അർത്ഥം ആ ഹജ്ജ് ഉംറ ചിലപ്പോൾ ഏതെങ്കിലും പാടില്ലാത്ത കാരണം ചെയ്തുകൊണ്ട് ഫസാദായാൽ പോലും അതിൽ നിന്ന് വിട്ടുകയാൻ പാടില്ല എന്നാണ്. നമസ്കാരം ഫസാദായാൽ കൈയച്ചു പോയി ശുദ്ധീകരിച്ച് വരണം. മറ്റാരാധനകൾക്കൊക്കെ അങ്ങനെ തന്നെ. ഹജ്ജിന് ബാത്തിലായ ഹജ്ജിനും വീണ്ടും നിലനിൽക്കണം. അടുത്ത വർഷം കഥ വീട്ടുകയും ചെയ്യണം. അത്രയും ഇഹ്റാം മനുഷ്യ ശരീരത്തിനോട് ബന്ധിതമാണ് എന്നാണ്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളെ ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന ഉംറ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്ന് വലിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യിപ്പിച്ചാൽ ശരിയാവും. കുട്ടിയെ ഞാൻ മുഹരിമാക്കി എന്ന് രക്ഷിതാവ് പറയലാണ്. വകതിരിയില്ലാത്ത കുട്ടികളാണെങ്കിൽ, വകതിരിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് തന്നെ രക്ഷിതാവിനോട് സമ്മതം ചോദിച്ച് ഇഹ്റാം ചെയ്യാവുന്നതാണ്. ആ കുട്ടികൾ പരമാവധി കർമ്മങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു കുട്ടി അങ്ങനെ ഹജ്ജ് ഉംറ ചെയ്തത് കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ ഇനി ഹജ്ജ് ഉംറയുടെ കടമ ഇല്ല എന്നാണ് സാധാരണ സഹോദരിമാർ പ്രത്യേകിച്ചും അല്ലാത്തവർ പൊതുവായിട്ട് മനസ്സിലാക്കിയതാണ്. അതങ്ങനല്ല. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ചെയ്തത് കൊണ്ട് അത് ശരിയായി ചെയ്താൽ അപ്പാക്കും മക്കൾക്കും കൂലിയൊക്കെ കിട്ടും. തർക്കമൊന്നുമില്ല, അങ്ങനെ ചെയ്യിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഈ കുട്ടിയുടെ ഹജ്ജിൻ്റെ ഉംറൻ്റെ ബാധ്യത അവർ പ്രായം കഴിഞ്ഞ് സാമ്പത്തിക സ്ഥിതി വന്നാൽ വേറെ ചെയ്യേണ്ടി വരും. നേരെ പ്രായപൂർത്തിയായ ഒരാൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിലും ഹജ്ജോ ചെയ്താൽ കടമ കൂടി, ഇനി അവന് പൈസ ഉണ്ടാവുമ്പോൾ വേറെ ചെയ്യേണ്ടതില്ല. കുട്ടീൻ്റെത് അങ്ങനെയല്ല. അപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെയ്തത് ഹജ്ജത്തുൽ ഇസ്ലാമായി കൂട്ടുകയില്ല. ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യുക എന്നുള്ളതായിട്ട് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന നിർബന്ധമുള്ളതായിട്ട് ഗണിക്കപ്പെടുകയില്ല. മറ്റൊന്ന്, കുട്ടികളെ ഹജ്ജ് ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ അതിലെ നിയമങ്ങളനുസരിച്ച് കൊണ്ടു നടക്കാൻ കഴിയണം. അപ്പോൾ തവാഫൊക്കെ ചെയ്യുമ്പോൾ കുട്ടീനെ ചിലപ്പോൾ പൊക്കിയെടുത്ത് തവാഫ് ചെയ്യുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ നജസ് വന്ന അവസ്ഥ ഉണ്ടോ എന്ന് നോക്കണം. പമ്പേഴ്സിലൊക്കെ മൂത്രവും കാട്ടൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാൾക്കും പോയി. മറ്റേ തവാഫ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ചുമന്ന് കൊണ്ടുപോകുന്ന ഹറമിൽ വെച്ചിട്ട് ഒരു പുണ്യത്തിന് 1,00,000 കൂലി കിട്ടുന്നിടത്ത് വലിയ തെറ്റാണ്. ശരീരം, വസ്ത്രം, സ്ഥലം നജസിൽ നിന്ന് എന്ത് ചെയ്യണം? മുക്തമായിരിക്കണം എന്നാണ് ഇതിൻ്റെ നിബന്ധനയുണ്ട്. തവാഫിൻ്റെയൊക്കെ നിബന്ധനയുണ്ട്. അത് ആ പള്ളിയിൽ വെച്ച്, ഹറം ഷരീഫ് എന്ന പള്ളിയിൽ വെച്ച് നിബന്ധന വെക്കാത്ത തവാഫ്. ആ കുട്ടി മാലിന്യം ഉണ്ടെങ്കിൽ മാലിന്യം ചുമന്ന് കണ്ടാണ് കുട്ടിയെ കിടണം. കുട്ടീനെ ഇടത്ത് ഭാഗം കാബയിലേക്ക് വരണ നിലക്ക് തിരിച്ചു പിടിച്ചു കൊണ്ട് നടക്കണം. അപ്പോഴേ അത് ശരിപ്പെടുകയുള്ളൂ. ഇഹ്റാം ചെയ്യണം. ഹജ്ജിൻ്റെ മറ്റു കർമ്മങ്ങളായ മുസ്ദലിഫ, മിന, അറഫയിലൊക്കെ കുട്ടിയെ കൊണ്ടുപോകണം. ഏറിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് എറിയാൻ കഴിയില്ലെങ്കിൽ അവനവൻ്റെ ഏറ് കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ ഏറ് മറ്റൊരാൾ വീട്ടിൽ കൊടുക്കണം. ഇങ്ങനെ പല സംഗതികൾ അതുമായി ബന്ധമുണ്ട്. ചിലവരത് ഒരു വലിയൊരു ഫാഷനായി കുട്ടീനെ കൊണ്ട് ഹജ്ജ് ചെയ്ത് ആകുമ്പോൾ അവൻ്റെ കഴിഞ്ഞു പോയി, എന്നിട്ടൊരു ഫോട്ടോ കൊണ്ടെടുത്ത് ഇഹ്റാമിൻ്റെ അവസ്ഥ ഇട്ടാൽ ബൗസായി എന്ന് മനസ്സിലാക്കുക. അത് ഉപകാരത്തിലേറെ ചിലപ്പോൾ ഉപദ്രവമാവും. നിബന്ധന വെക്കാത്ത തവാഫ് ഹറം ശരീഫിൽ ചെയ്യേണ്ട ഗതി നജസ് മുക്തമാവാത്ത കുട്ടീനെ ചുമന്നാൽ വരും. ഇടത് ശരിക്കും മുന്നിട്ട് കൊണ്ട് കാബിലേക്ക് തിരിച്ചുകൊണ്ട് അല്ലാത്ത തവാഫ് കുട്ടീനെ കൊണ്ടാവാൻ പാടില്ല. കുട്ടികളുടെ തവാഫ് ചെയ്യിക്കുമ്പോൾ മനസ്സിലായില്ലേ? പല കർമ്മങ്ങളും കുട്ടികൾക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തു കൊടുക്കേണ്ട ഗതിയാണെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഈ വിഷയത്തിൽ പാലിക്കേണ്ടതാണ്. കേവലം കുട്ടീനെ ഒരു ഉടുപ്പ്, ഒരു മുണ്ടാണ്ട് മാറ്റിയിട്ട് കുട്ടി ഹാജിയറായി എന്നാണ്ട് ഫോട്ടോ എടുത്തത് കൊണ്ട് മാത്രം പോകില്ല. ചിലപ്പോൾ രണ്ടാളതും പൊളിയാൻ പോവുകയാണ്. രണ്ടാളതെയും ചെയ്യിപ്പിക്കുന്നവനും ഈ കൊച്ചു കുട്ടീൻ്റെതും നിബന്ധന പാലിക്കപ്പെടാത്തത് കൊണ്ട് നഷ്ടകരമാവും. നിബന്ധനകൾ പാലിക്കാത്ത, അഭിവാജ്യ ഘടകങ്ങളോ നിബന്ധനകളോ പാലിക്കാത്ത തവാഫ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നടക്കുന്നത് വലിയ തെറ്റാണ്. ഒതുവാണല്ലോ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേണം, ഇവനെ സംബന്ധിച്ചിടത്തോളം. ഹജ്ജിലാകെ ഒതു നിർബന്ധമായ ഒരു അമല് അത് തവാഫാണ്. സുന്നത്തായ ഹജ്ജ് തവാഫിന് നിൽക്കാറൊക്കെ ഉണ്ട്, അത് സുന്നത്താണ്. നിർബന്ധ ഘടകങ്ങൾ ഹജ്ജിലുള്ളതിൽ ഒതു മസ്റ്റ് നിർബന്ധമാവേണ്ടത് ഏതിലാണ്? തവാഫിലാണ്. അറഫയിൽ നിൽക്കുന്നതിലോ മുസ്ദലിഫിൽ നിൽക്കുന്നതിലൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികളെ കൊണ്ട് ഉംറ ഹജ്ജ് ചെയ്യുന്നത് വളരെ കൂടുതൽ ചോദിച്ചതിൻ്റെ മസല പഠിക്കണം. ഞാൻ ഈ കുട്ടീനെ ഉംറ കൊണ്ട് മുഹരിമാക്കി അല്ലെങ്കിൽ ഹജ്ജ് കൊണ്ട് മുഹരിമാക്കി എന്ന് വകതിരിവില്ലാത്ത കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് പറയണം. മറ്റുള്ള വകതിരെത്തിയ കുട്ടിയാണെങ്കിൽ രക്ഷിതാവിൻ്റെ സമ്മതത്തോടുകൂടെ ഇഹ്റാം ചെയ്യാൻ സമ്മതം കൊടുക്കണം, നിയ്യത്ത് മനസ്സിലാക്കി കൊടുക്കണം. ഇഹ്റാമിൽ ഹറാമാണ് കാര്യങ്ങൾ കുട്ടിയും ചെയ്യാൻ പാടില്ല. കുട്ടി ചുറ്റിത്തിരിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കി കൊടുക്കണം, മറ്റു കാര്യങ്ങൾ വരുന്നത് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടി എൻ്റെ അത് കർമ്മം ശരിയായി രക്ഷിതാക്കൾക്ക് പുണ്യം എഴുതപ്പെടും. അല്ലാതെ വന്നാൽ ഹറം ഷരീഫിൽ വെച്ച് 1,00,000 ഒരു പുണ്യത്തിന് കിട്ടുന്നതിന് പകരം 1,00,000 കുറ്റം പേറേണ്ട ഗതിയും ഈ വിഷയത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്
ഫിഖിൻ്റെ നിരീക്ഷണം അനുസരിച്ച് മനസ്സിലാവുന്നത്. നിരുത്സാഹപ്പെടുത്തുകയല്ല, ചെയ്യുന്നത് വളരെ കർമ്മത്തിൻ്റെ നിബന്ധനകളും അഭിവാചകങ്ങളും ശരിയായിട്ട് വേണം ചെയ്യണം. ശരിയാവാതെ ഒരു അതര വ്യായാമം എന്നുള്ള അർത്ഥത്തിൽ അവിടെ കുറേ ചുറ്റിപ്പോയുന്ന ഒരു നിബന്ധനയോ അഭിവാചകടമോ നഷ്ടകരമായ രൂപത്തിൽ ചെയ്യുന്നത് ഇസ്ലാം ഒരിക്കലും പൊറുക്കുന്ന ഒരു തെറ്റല്ല, വലിയ പാപമാണ്.